ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. ലൈവിൽ ഇപ്പോൾ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ക്യാമറയിൽ കാണാതെ പോയതും അത് കരുതലാകാം, സ്നേഹമാകാം, എന്തോ ആകാം, അതൊരു ചിരി പോലെ ആകാം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി ആരാണ്, അങ്ങനെ നമുക്ക് തന്ന ആ ഒരു മൊമെൻറ്റ്, ആ ഒരു വ്യക്തിയിൽ നിന്നും കിട്ടിയ ആ ഒരു കെയറിങ് ആവാം, എന്തോ ആകാം, എന്നിട്ട് അവരെ പറഞ്ഞിട്ട് അവരെ ഹഗ് ചെയ്യണം. അതാണ് കേട്ടോ ടാസ്ക്. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ ഒരുപാട് പേര് പറഞ്ഞതിൽ കൂടുതൽ വന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെയാണ് കേട്ടോ. അധികം പേരും അനീഷിൻ്റെ ആ ഒരു കെയറിങ് അതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജിഷിനാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ വെജിറ്റേറിയൻ ആ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ, ആ സമയത്ത് പോലും അനീഷാണ് എന്നെ കൂടെ നിന്ന് സമാധാനിപ്പിച്ചത് എന്ന് പറഞ്ഞ് ജിഷിൻ പറയുന്നുണ്ട്. അഭിലാഷാണെങ്കിലും പറയുന്നുണ്ട്. ആ ഒരു ക്യാപ് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ഇമ്മ്യൂണിറ്റിയുടെ, ആ സമയത്ത് നൂറ അങ്ങനെ രണ്ടും എടുത്ത സമയത്ത് ആ ഒരു സമയത്ത് ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ പോലും അനീഷേട്ടനാണ് സമാധാനിപ്പിച്ചത്. പോട്ടടാ, ആ ഒറ്റൊരു വാക്കിൽ തന്നെ നമ്മൾ ശരിക്കും എല്ലാം മറന്നു പോകും എന്ന് അഭിലാഷും പറയുന്നുണ്ട്. ശരത്തപ്പാനെയാണെങ്കിൽ പറയുന്നുണ്ട്, ഈ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരു വ്യക്തിയായിരുന്നു അനീഷേട്ടൻ എന്ന് പറയുന്നത്. പക്ഷേ ഞാനും അനുമോളും തമ്മിൽ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്തൊക്കെ കിച്ചണിൽ ഒരുപാട് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അനീഷേട്ടനായിരുന്നു എന്നെ ഒരുപാട് സമാധാനിപ്പിച്ചത്, കൂളായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അതൊരു ആശ്വാസ വാക്കായിരുന്നു എന്ന് പറഞ്ഞ് ശരത്തപ്പാനി അനീഷിനെയാണ് കേട്ടോ പറഞ്ഞത്. അതേസമയം അക്ബർ ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ശരത്ത് എവിക്റ്റ് ആയപ്പോൾ ശരിക്കും ഒരു മെൻ്റൽ ട്രോമ പോലെയായിരുന്നു ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ ആശ്വസിപ്പിക്കാൻ വന്നത് അനീഷേട്ടനാണ് എന്ന് നമ്മുടെ അക്ബർ പറയുന്നുണ്ട്. അതുപോലെ ആദില, നൂറ എല്ലാവരും അനീഷിനെ പറ്റിയാണ് പുകഴ്ത്തുന്നത്. അപ്പോൾ റെനെ ആണെങ്കിലും പറയുന്നുണ്ട്, എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഒരു ബ്രദറിനെ പോലെയായിരുന്നു, ഭയങ്കര കരുതലായിരുന്നു എന്ന് റെനെ ആണെങ്കിലും അനീഷിനെ പറയുന്നുണ്ട്. അതായത് ഇന്ന് ഈ ഒരു ടാസ്ക് കൊടുത്തതിൽ അധികം പേരും പറഞ്ഞത് നമ്മുടെ അനീഷിനെയാണ് കേട്ടോ. അതുപോലെ അനുമോളാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് തണുത്ത് ആ ഒരു മാറിക്കിടന്നല്ലോ ബെഡിൽ വെള്ളം ഒഴിച്ച സമയത്ത്, ആ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബെഡും പില്ലോ ഒക്കെ കൊണ്ടുതന്നു, ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് അനീഷിനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആ ഒരു കൊടുത്ത ടാസ്കിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് അനീഷിനെയാണ്. അപ്പോൾ അത്രയ്ക്കും കെയറും കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നമ്മുടെ അനീഷ്.